കോഴിക്കോട് പാളയത്തിന് സമീപമുള്ള ഗ്ലോബൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പാരാമെഡിക്കൽ സയൻസ് എന്ന വിദ്യാഭ്യാസ സ്ഥാപനം ആദ്യ നാളുകളിൽ പ്രവർത്തിച്ചിരുന്നത് ശ്രീ വെങ്കടേശ്വര യൂണിവേഴ്സിറ്റിയുടെ അഫിലിയേഷനോടുകൂടി സെമസ്റ്ററുകൾ ഓരോന്ന് പൂർത്തിയാക്കി മുന്നോട്ട് പോകുന്നതിനിടെയാണ് വിദ്യാർത്ഥികൾ തട്ടിപ്പ് തിരിച്ചറിഞ്ഞത്. സെക്കൻഡ് സെമസ്റ്റർ കഴിഞ്ഞ് തേർഡ് സെമസ്റ്റർ എക്സാം എത്തിയപ്പോൾ തലേ ദിവസം ഞങ്ങളുടെ അടുത്ത് ഒന്ന് പറഞ്ഞ് നിങ്ങൾ യൂണിവേഴ്സിറ്റി ചേഞ്ച് ചെയ്യാണ്, പഴയ യൂണിവേഴ്സിറ്റിക്ക് എന്താ അലിഗേഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്, ഇപ്പം മാറ്റുകയാണെന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ പാരൻസ് ഗ്രൂപ്പ് ജസ്റ്റ് പറഞ്ഞെന്നുള്ളൂ. പിറ്റേ ദിവസം ഞങ്ങൾക്ക് തേർഡ് സെമസ്റ്റർ എക്സാമാണ്. എക്സാമിന് ഞങ്ങൾ കോളേജിൽ ചെന്നപ്പോൾ ഞങ്ങൾക്ക് പുതിയ യൂണിവേഴ്സിറ്റീൻ്റെ ഇതിലുള്ള ക്വസ്റ്റ്യൻ പേപ്പർ, എൻറോൾ നമ്പറൊക്കെ ഒക്കെ ഒറ്റ രാത്രിയുടെ മുമ്പ് ശരിയാക്കി. അപ്പോൾ അതിലൊരു ഡൗട്ട് വന്നപ്പോൾ ഞങ്ങൾ കുറച്ച് സ്റ്റുഡൻസ് എല്ലാവരും കൂടി ഒന്ന് അന്വേഷിക്കാനുള്ള രീതിയിൽ എല്ലായിടത്ത് IITസിലൊക്കെ പോയി അന്വേഷിച്ച്. അപ്പോൾ അന്വേഷിച്ച സമയത്ത് ഇയാൾ സെക്കൻഡ് സെം ഇട്ടിട്ട് ഞങ്ങളെ എക്സാം നടത്തിയൊക്കെ ഫേക്കാണ്. 3 പ്രാവശ്യം കോളേജ് മാറ്റി, 3 സ്ഥലത്തായിരുന്നു, 3 ബിൽഡിങ്ങിലായിരുന്നു കോളേജ്. 3 പ്രാവശ്യം മാറ്റി ഇപ്പോഴാണ് പാളയം MCC ബാങ്കിൻ്റെ അവിടേക്ക് മാറ്റിയിട്ടുള്ളത്. ഇവിടെ നിന്നും അയാൾ ഇത് തന്നെ ചെയ്യുന്നത്, ചീറ്റിങ്, പക്കാ ഫ്രോഡ് ചീറ്റിംഗ് ആണ്. ഞങ്ങളോട് പറഞ്ഞത് +2ൻ്റെ ആവശ്യമില്ല, +2ൻ്റെ സർട്ടിഫിക്കറ്റ് ജാമ്യ എന്ന് പറഞ്ഞൊരു എക്സാം എഴുതിയിട്ട് അതിനും വേണ്ടി ഫീസ് വാങ്ങി ജാമ്യ പറഞ്ഞൊരു എക്സാം എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് +2 ഉണ്ടാവും, അങ്ങനെ ഡിഗ്രി കോഴ്സിലേക്ക് ആവാമെന്നാണ് പറഞ്ഞത്. 50ലധികം വിദ്യാർത്ഥികളുടെ ഭാവി തുലാസിലിട്ടായിരുന്നു തട്ടിപ്പ്. സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള വിദ്യാർത്ഥികൾ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ അഡ്മിഷൻ നേടിയിരുന്നു. ഞങ്ങൾക്ക് പോയി, ഇനി അത് ഒരിക്കലും ടൈം നമുക്ക് തിരിച്ചെടുക്കാൻ കഴിയില്ല. പക്ഷെ ഞങ്ങളെ പൈസ ഞങ്ങൾക്ക് കിട്ടണം. ഇപ്പോൾ ഈ 1.5 കൊല്ലം കൊണ്ട് ഞങ്ങൾക്ക് 1,20,000 ഇപ്പോൾ ഞങ്ങളവിടെ അടച്ചത്. പിന്നെ അത് ഞങ്ങൾക്ക് കിട്ടണം, കിട്ടിയേ പറ്റൂ. കാരണം ഇനി തുടർന്ന് പഠിക്കണമെങ്കിൽ ആ പൈസ കിട്ടിയിട്ട് ഞങ്ങൾ പഠിക്കാൻ കഴിയും. ഒറ്റയടിക്ക് ഞങ്ങൾക്ക് പൈസ എടുത്ത് എവിടെയും പോയി പഠിക്കാൻ കഴിയില്ല. സർട്ടിഫിക്കറ്റുകൾ ഇനിയും കിട്ടാനുണ്ട്. TC/CC മൈഗ്രേഷൻ സർട്ടിഫിക്കറ്റ് ഒക്കെ ഞങ്ങൾക്ക് കിട്ടിയാലേ ഞങ്ങൾക്ക് ഇനി എവിടെയെങ്കിലും പോയി ചേരാൻ പറ്റുള്ളൂ. അത് ഞങ്ങൾക്ക് ഇനി ഇവിടുന്ന് കിട്ടണം. സ്ഥാപനത്തിന്റെ ഉടമയായ കോഴിക്കോട് സ്വദേശി സാംജിത്തിനെ കസബ പോലീസ് അറസ്റ്റ് ചെയ്തു. നല്ല പരാതി കിട്ടി. അത് പരാതി കേൾക്കുമ്പോൾ തന്നെ അത് ഗൗരവമുള്ളതാണെന്ന് തോന്നിയതിൻ്റെ അടിസ്ഥാനത്തിൽ ആ സെക്കൻഡിൽ തന്നെ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് കസബ പോലീസ്. കൂടുതലായി ഒരു ചെറിയ സമയം കൊണ്ട് വെരിഫൈ ചെയ്തതിൽ തന്നെ അവർ പറഞ്ഞ കാര്യങ്ങൾ കടമുണ്ടെന്ന് മനസ്സിലായിട്ടുണ്ട്. അപ്പോൾ തന്നെ അത് നടത്തുന്ന സാംജിത്ത് എന്നെ പറഞ്ഞ വ്യക്തിയെ കസ്റ്റഡി എടുത്തിട്ടുണ്ടായിരുന്നു. യൂണിവേഴ്സിറ്റി നടത്തേണ്ട എക്സാം ഇയാൾ കൃത്യമായി നടത്തില്ല എന്ന് ബോധ്യപ്പെട്ടിട്ടുണ്ട്. ഇൻറ്റേൺഷിപ്പിനായിട്ട് മറ്റുമായിട്ട് പലതവണ വാങ്ങിയ ഫീസും അത്തരത്തിൽ പ്രോപ്പറായിട്ട് അടച്ചില്ല എന്നുള്ള കാര്യം ഈ സമയം കൊണ്ട് ബോധ്യമായിട്ടുണ്ട്. മറ്റൊന്ന് 58ഓളം കുട്ടികളുടെ സർട്ടിഫിക്കറ്റ്സ്, അഡ്മിഷൻ സമയത്ത് വേണ്ട സർട്ടിഫിക്കറ്റ്സ് ഇയാൾ യൂണിവേഴ്സിറ്റിക്ക് അയച്ചു കൊടുത്തു എന്ന് പറഞ്ഞു, പക്ഷേ അയച്ചു കൊടുത്തിരുന്നില്ല. മാതൃഭൂമി ന്യൂസ്, കോഴിക്കോട്.